യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്ഷണിക്കുന്നു. അതിരാവിലെ തന്നെ ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും കേട്ടുകൊണ്ടും ആ ദൈവസന്നിധിയിലായിരിക്കുവാനും ഇന്നത്തെ ദിവസം മുഴുവനും ദൈവിക സംരക്ഷണത്തിൽ നടക്കുന്നതിനും ദൈവം നമ്മളെ പേര് ചൊല്ലി വിളിച്ചതിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 91 സങ്കീർത്തനം 1-2 തിരുവചനങ്ങൾ. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട്, എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. പിതാവായ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ കഴിയുന്നവനും അവൻ്റെ തണലിൽ ജീവിക്കുന്നവനും മാത്രമേ കർത്താവാണ് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന ദൈവവും എന്ന് പറയത്തുള്ളൂ. ഭൂമിയിലെ ആകുലതകളും ആഗ്രഹത്തിൻ്റെയും പുറകെ പോകുമ്പോൾ ആരാണ് നിന്നെ സംരക്ഷിക്കുന്നതെന്നും ആരുടെ തണലിലാണ് നീ കഴിയുന്നതെന്നും എപ്പോഴും ചിന്തിക്കുന്നത് നല്ലത്. ലോകമല്ല, ബന്ധുക്കളല്ല നിന്നെ സംരക്ഷിക്കുന്നത്. നിനക്ക് ഉപദേശങ്ങൾ തരുന്നവരല്ല നിന്നെ സഹായിക്കുന്നത്. പിതാവായ ദൈവമാണ്. കർത്താവാണ് നിന്റെ സങ്കേതം. ആ ദൈവമാണ് നിന്റെ കോട്ട. അവിടുന്നാണ് നിന്റെ ആശ്രയം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അനുഗ്രഹവും സഹായവും കരുണയും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവീക സംരക്ഷണത്തിൽ നിങ്ങൾ ഇന്നു മുതൽ ആയിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.